this is Arathy Gopalakrishnan here. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് SEO ആണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്സ് ഫോർ SEO ബിഗിനേഴ്സ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും ഒരു ഐഡിയ എന്തായാലും കിട്ടും. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. സോ ടുഡേസ് സെഗ്മെന്റ് ഇസ് ബേസിക് SEO ഫണ്ടമെന്റൽസ്. ബിഗിനർ SEO ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. എന്തൊക്കെ മെത്തേഡ്സ് ആൻഡ് ടാക്ടിക്സ് നമ്മളൊരു ബിസിനസ്സിനെ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, ആ മെത്തേഡ്സ് ആൻഡ് ടാക്ടിക്സിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അപ്പം ഞാൻ എന്തൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ മെത്തേഡ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ചെയ്യുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം, കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ടാകാം, കണ്ടന്റ് പ്രൊമോഷൻസ് അതായത് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാകാം, പരസ്യം അതായത് പെയ്ഡ് ആഡ്സ് കൊടുക്കുന്നുണ്ടാവാം, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിൽ ഗൂഗിൾ ആഡ്സ് കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൺലൈൻ അതായത് ഡിജിറ്റലി ചെയ്യുന്ന ഓരോ സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ആണ് ടു ഇംപ്രൂവ് അവർ ബിസിനസ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ജോഗ്രഫി റീജിയൻ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും SEO ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ SEO ഒരു കോർ സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള മെത്തേഡ്സ് അതായത് സോഷ്യൽ മീഡിയാസ്, പെയ്ഡ് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, ബാക്കിയുള്ള മെത്തേഡ്സ് ഇതിന്റെ കൂടെ ക്ലോസ് ആയിട്ട് കൊണ്ടുപോകുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണം. ലൈക്ക് എൻ്റെ വീട് കൊച്ചിയാണ്, ആ കൊച്ചിയിലുള്ള വീട് എനിക്ക് ഇന്റീരിയർ ഫിറ്റ് ഔട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് ബെസ്റ്റ് ഇന്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനീസ് ഇൻ കൊച്ചി എന്ന് കൊടുക്കും അല്ലേ. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് പേജിൽ തന്നെ കുറെ റിസൾട്ട് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ടോപ്പ് കാണുന്ന അഡ്വർടൈസ്മെന്റ് റിസൾട്ട് ആയിരിക്കും. അതെന്താ സംഭവം, ഓരോ അഡ്വർടൈസർ അവരുടെ കമ്പനിക്ക് വേണ്ടി ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കീവേഡ്സിന് ബിഡ് ചെയ്ത് അതായത് പൈസ മുടക്കി ചെയ്യുന്ന പരസ്യങ്ങളാണ് ആ ആദ്യം കാണുന്ന 2-3 ടോപ്പ് സെർച്ച് റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഗൂഗിളിന് കൊടുത്ത ക്വറി അല്ലെങ്കിൽ കീവേഡ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇന്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനീസ് ഇൻ കൊച്ചി അല്ലെ. അപ്പൊ ഏറ്റവും ഡിമാൻഡുള്ള ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡ് ആയിരിക്കണമല്ലോ അത്. അപ്പൊ ആ ഒരു കീവേഡ് ഈ അഡ്വർടൈസർ ബിഡ് ചെയ്ത് അവരുടെ പരസ്യം അവർ ഏറ്റവും ടോപ്പ് റിസൾട്ടിൽ കൊണ്ടെത്തിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് റിസൾട്ടിൽ കാണുന്ന ഈ ഒരു റിസൾട്ടാണ്. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്യും, അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പൊ ഇതാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അതായത് ബിഡിംഗ് ഫോർ പെയ്ഡ് ആഡ്സ് അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും സ്നാപ്ചാറ്റ്, അപ്പോൾ ഒരുപാടുണ്ടല്ലോ, ടിക്ടോക്ക് വരെ, അതിൽ വരെ നമുക്ക് ഇപ്പൊ പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടിക്ടോക്ക് ഇപ്പം ബാൻഡാണ്. ഓക്കെ, സോ ഫ്രീ ആൻഡ് പെയ്ഡ് ആഡ്സ് എൻഗേജ്മെന്റ് ത്രൂ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് ബെനിഫിഷ്യൽ ആണ്. പിന്നെ ഉള്ളത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോഗ്സ് എഴുതുക, ന്യൂസ് ലെറ്റേഴ്സ്, ഓക്കെ, ഇതൊക്കെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ്. പിന്നെ പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഓർഗനൈസേഷനും പബ്ലിക്കുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, അതൊക്കെ അതിൽ വരുന്നതാണ്, പബ്ലിക് റിലേഷൻസിൽ വരുന്നതാണ്. അത് ബിൽഡ് റിലേഷൻഷിപ്സ് ആൻഡ് പ്രൊമോട്ട് കണ്ടന്റ്. അതൊരു ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ടും ആകാം. സോ എഫിഷ്യന്റ് നോളജ് പ്ലസ് കൊളാബറേഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി SEOയിലേക്ക് കിടക്കാം. SEO എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ SEO എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം. SEO എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്കൊരു ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വിസിബിൾ ആയിരിക്കണം ഗൂഗിളില്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എങ്കിലല്ലേ ആൾക്കാർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ വിസിബിലിറ്റി ആണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യും, ഗൂഗിള് നമ്മുടെ വെബ്സൈറ്റിന് കൊടുക്കുന്ന റാങ്കിങ് ഇംപ്രൂവ് ചെയ്യും. അപ്പം സെർച്ച് റിസൾട്ടിൽ ആര് റെലവെന്റ് കീവേഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സൈറ്റ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നത്. ഓക്കെ, ഇനി SEOയിൽ തന്നെ പല ടൈപ്പ് SEO ഉണ്ട്.
ലോക്കൽ SEO ഉണ്ട്, ടെക്നിക്കൽ SEO ഉണ്ട്, കോപ്പി റൈറ്റിംഗ് ഉണ്ട്. ലോക്കൽ SEO എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ SEO ചെയ്താൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിംഗ്സ്, ബാക്കിയുള്ള ലിസ്റ്റിംഗ്സും അതുവഴി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലോക്കൽ SEOയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ടെക്നിക്കൽ SEOയിൽ വരുന്നതാണ് വെബ്സൈറ്റ് ആൻഡ് സെർവർ ഒപ്റ്റിമൈസേഷൻ. അതിൽ നമ്മൾ ഈ ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും ചെയ്യുന്നതാണ് ടെക്നിക്കൽ SEO. തേർഡ് വൺ എന്ന് പറയുന്നത് കോപ്പി റൈറ്റിംഗ്, അതായത് കണ്ടന്റ് റൈറ്റിംഗ് ആണ് വരുന്നത്. എഫിഷ്യന്റ് ആയിട്ടുള്ള റെലവെന്റ് കീവേഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള കണ്ടന്റ് റൈറ്റിംഗും ഇറ്റ്സ് എ പാർട്ട് ഓഫ് SEO. ഓക്കെ, ഈ 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഇതിൽ പ്രൊഫഷണൽസ് ചിലർ ഫോക്കസ്ഡ് ആയിരിക്കും, ചിലർ ലോക്കൽ SEO മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്, ചിലർ ടെക്നിക്കൽ SEO മാത്രം ചെയ്യുന്നവരുണ്ട്, ചിലർ കണ്ടന്റ് മാത്രം ചെയ്യുന്നവരുണ്ട്, ചിലർ എല്ലാം 3 കാറ്റഗറിയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്ന പോകുന്നവരും ഉണ്ട്. കൂടുതൽ പേരും അങ്ങനെയായിരിക്കും. പിന്നുള്ളത് SEO തന്നെ 3 ടൈപ്സ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് ഉണ്ട്, ഗ്രേ ഹാറ്റ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടാക്ടിക്സ്, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് സമ്മതിക്കുന്ന മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് SEO ചെയ്യുമ്പോഴാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. അതായത് അപ്രൂവ്ഡ് സ്ട്രാറ്റജീസ് ആണ്. നമ്മുടെ വെബ് മാസ്റ്റർ ഗൈഡ് ലൈൻസ് എല്ലാം പറയുന്ന അതേ പോളിസിയിൽ തന്നെ നമ്മൾ SEO ബെസ്റ്റ് പ്രാക്ടീസസ് ചെയ്യുമ്പോൾ അതിനെ വൈറ്റ് ഹാറ്റ് SEO എന്ന് നമ്മൾ പറയും. ഇനി ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയും. അത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ കീവേഡ് സ്റ്റഫിംഗ്, ക്ലോക്കിംഗ്, ഇതെല്ലാം ബ്ലാക്ക് ഹാറ്റ് SEOയിൽ വരുന്നതാണ്. അതായത് ഒരിക്കലും നമ്മുടെ ഗൈഡ് ലൈൻസ് പറയുന്നില്ല അങ്ങനെ ചെയ്യ് എന്ന് ഒരിക്കലും പറയില്ല, ബട്ട് പെട്ടെന്ന് റാങ്കിങ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഇൻഡയറക്റ്റ് വേ ഒക്കെ അല്ലെങ്കിൽ അൺഎത്തിക്കൽ വേ എന്ന് വേണമെങ്കിൽ പറയാം, യൂസ് ചെയ്യുന്ന മെത്താണ് ബ്ലാക്ക് ഹാറ്റ്. അപ്പൊ ബ്ലാക്ക് ഹാറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ കണ്ടന്റ് ഒക്കെ വ്യത്യാസം വരാം. അപ്പം നാച്ചുറലി ആൾ അപ്പൊ തന്നെ വിഡ്രോ ചെയ്യും സൈറ്റിൽ നിന്ന്. അപ്പൊ എന്ത് സംഭവിക്കും? പെനലൈസ്ഡ് ആവും. ഗൂഗിൾ പെനാലിറ്റി സാധ്യതയുള്ള ഒരു സംഭവമാണ് ബ്ലാക്ക് ഹാറ്റ്. ഇനി ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് ഗ്രേ ഹാറ്റ്. ഇപ്പൊ എക്സാമ്പിൾ ഗ്രേ ഹാറ്റ് സ്ട്രാറ്റജി പറയാനാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിന് നോർമലി നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പേജുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ആണെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജുമായിട്ട് കണക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഫേസ്ബുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി എല്ലാം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് വൺ ഫോം ഓഫ് ഗ്രേ ഹാറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വൈറ്റ് ഹാറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പെർമനന്റ് സൊല്യൂഷൻസ് തരുന്നത്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുമ്പോൾ പെനാലിറ്റീസ് അടിക്കാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അതേസമയം വൈറ്റ് ഹാറ്റ് ആണെന്നുണ്ടെങ്കിൽ വോണ്ട് ബി പെനലൈസ്ഡ് ഓർ ബാൻഡ്. ഇനി സെർച്ച് എൻജിൻസ്. സെർച്ച് എൻജിൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നിങ്ങളുടെ വെബ് സെർച്ചസ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനാണ് നമ്മൾ സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 സെർച്ച് എൻജിൻ ആണ്. ഗൂഗിൾ ഉണ്ട്, ബിങ് ഉണ്ട്, യാഹു ഉണ്ട്, അല്ലെ? അപ്പൊ ഇത് കൂടാതെ തന്നെ വേറെയും സെർച്ച് എൻജിൻസ് അവൈലബിൾ ആണ്. ലൈക്ക് ചൈനീസിന്റെ ബൈഡു, പിന്നെ യാൻഡെക്സ് റഷ്യയുടെ, പിന്നെ നേവർ സൗത്ത് കൊറിയയുടെ, അങ്ങനെ മൾട്ടിപ്പിൾ സെർച്ച് എൻജിൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് ഗൂഗിളിന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഗൂഗിൾ സെർച്ച് എൻജിനെ തന്നെയാണ്. കാരണം അതിൽ ഏറ്റവും വൈഡ്ലി യൂസ്ഡും ആണ്, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെർച്ച് റിസൾട്ടിലേക്ക് പോവാം. ഞാനിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യുവാണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സെർച്ച് റിസൾട്ട് ഗൂഗിൾ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള സെർച്ച് റിസൾട്ട് ആണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ആദ്യത്തെ 2 സെക്ഷൻ നിങ്ങൾ കണ്ടോ? അതിൽ ആഡ് എന്നവർ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ 2 എണ്ണം ആഡ്സ് ആണ്, ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വഴി ചെയ്യുന്ന സംഭവം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് അഡ്വർടൈസേഴ്സ് എടുത്ത് അത് ബിഡ് ചെയ്ത് അവരുടെ വെബ്സൈറ്റ് പെട്ടെന്ന് ടോപ്പിൽ എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് പൈസ മുടക്കി ചെയ്യുന്ന ഒരു സംഭവം. അതേസമയം ബാക്കിയുള്ള താഴെയുള്ളതെല്ലാം ഓർഗാനിക് റിസൾട്ട് ആണ്. ഈ ഓർഗാനിക് റിസൾട്ട് കിട്ടാനാണ് നമ്മൾ SEO ചെയ്യുന്നത്. SEO ചെയ്ത് ഒരു 2 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി ഓർഗാനിക് റിസൾട്ട് ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഓർഗാനിക് റിസൾട്ട് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഈ ഒരു ഫസ്റ്റ് പേജിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ SEO കണ്ടിന്യൂസ്ലി ചെയ്ത് സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ, ഇനി
ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സെക്ഷൻ ആണെങ്കിലും ഈ 2 സെക്ഷൻ ആണെങ്കിലും ഇതെല്ലാം ആഡ്സ് ആണ്, ഗൂഗിൾ ആഡ്സ്. അപ്പൊ ഇത് അഡ്വർടൈസേഴ്സ് നമ്മുടെ സെർച്ച് ചെയ്യുന്ന ക്വറീസും കീവേഡ്സ്, ഡിമാൻഡിങ് ആയിട്ടുള്ള കീവേഡ്സും എല്ലാം സോർട്ട് ചെയ്ത് അവർ ബിഡ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ ആഡ്സ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു റവന്യൂ മേക്കിംഗ് മെത്തേഡാണത്. അതായത് ഫോർ പ്രോഫിറ്റ്. അത് മിക്ക സെർച്ച് എഞ്ചിൻസും ആഡ് സപ്പോർട്ടഡ് ആണ്. ഈ ആഡ് സപ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു പാർട്ട് ഓഫ് റവന്യൂ അങ്ങനെയാണ്. അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ SEO നമ്മൾ ചെയ്യുന്ന എന്തിനാ? പേജ് 1 ഓർഗാനിക് റാങ്കിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിന്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കീവേഡ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കീവേഡ് ബെസ്റ്റ് ഇന്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനി ഇൻ കൊച്ചി ആണെങ്കിൽ ആര് സെർച്ച് ചെയ്താലും എന്റെ സൈറ്റ് ഫസ്റ്റ് പേജിൽ വരണം. അതാണ് എന്റെ ഗോൾ, അതായത് ഹയസ്റ്റ് ഓർഗാനിക് റിസൾട്ട്. ഇനി ഈ ഫസ്റ്റ് പേജിൽ വരണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റഡീസ് എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട് 71% ഓഫ് ട്രാഫിക് കംസ് ഫ്രം ദി ഫസ്റ്റ് പേജ് ഓഫ് റിസൾട്ട്. അത് ആദ്യത്തെ പേജിൽ നിന്ന് തന്നെയാണ് 71% ഓഫ് ട്രാഫിക്കും വരുന്നത്. പിന്നെ അതിൽ പറയുന്നുണ്ട് ഇതില് ആദ്യത്തെ, അതായത് ആഡ്സ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് 5 റിസൾട്ട് ആണ് ഏറ്റവും കൂടുതൽ ക്ലിക്സ് വരുന്നത്. അതായത് ആൾക്കാർ നമ്മുടെ അവർ കീവേഡ് അടിച്ചു കൊടുത്തിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 5 റിസൾട്ട് ആണ് 68% ക്ലിക്സ്, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് ഏറ്റവും കൂടുതലുള്ള സൈറ്റ്, അതായത് ലിങ്ക്സ്. അപ്പൊ ചാൻസസ് ഓഫ് ക്ലിക്കിംഗ് ഏറ്റവും കൂടുതലാണ് ഈ ആദ്യത്തെ 5 റിസൾട്ടിന്. ഓക്കെ, ഒരു ചെറിയ ഒരു പൊസിഷൻ ചേഞ്ച് അപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ട്രാഫിക് ഇൻക്രീസ് ആവും. ഈ ട്രാഫിക് ഇൻക്രീസ് ആകാന്ന് വെച്ചാൽ എന്താ? വെബ്സൈറ്റ് വിസിറ്റേഴ്സ്, നമ്മുടെ സൈറ്റിലേക്ക് കയറുന്ന വിസിറ്റേഴ്സിന്റെ എണ്ണം ഇൻക്രീസ് ആകും. ഓക്കെ, പിന്നെ ഇതില് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ SEOന്റെ റോൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് എന്താ അതിന്റെ ഉദ്ദേശം? ടു മെയിൻറ്റെയിൻ ദ ട്രാഫിക് ആൻഡ് റാങ്ക്. ഗൂഗിൾ നമുക്ക് നല്ലൊരു റാങ്ക് തരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പൊസിഷൻ അപ്പ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ട്രാഫിക് ആൻഡ് റാങ്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ SEO ചെയ്ത് ഒപ്റ്റിമൈസേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കീവേഡ്സിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ ഒരു ബിസിനസ് ഗ്രോസറി സ്റ്റോർ ആണെന്ന് വെച്ചോ, ഞാൻ റെലവെന്റ് കീവേഡ്സ് എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും ഇപ്പൊ ഇന്റീരിയറിന്റെ എന്തെങ്കിലും കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്റീരിയറിന് അടിച്ച് എന്റെ ഗ്രോസറി സ്റ്റോറിൽ കയറിയപ്പോ അവര് എന്താ സംഭവിക്കുക? അപ്പൊ തന്നെ വിഡ്രോ ആവും അല്ലെ? അപ്പം റെലവെന്റ് കീവേഡ്സ് ഒക്കെ വെച്ചിട്ടേ നമുക്ക് വിസിറ്റേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ആണ് ബേസിക്, അതായത് SEO എന്താണ് സംഭവം, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ബിഗിനേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട ഒരു ABCD സംഭവമാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, take care. Bye bye.